നിക്കോന്റെ ക്യാമറ ക്യാമറ ഒക്കെ വീട്ടിനുള്ളിലുണ്ടായിരുന്നു. അതെ അതെ. ബ്രഷ് കട്ടർ അരി പോയി. ഹോണ്ടേന്റെതാ ഫസ്റ്റ് സ്റ്റോക്ക്. ഹീറോ ഹോണ്ട. ബൈക്കില്ലേ? ഹീറോന്റെ പഴയ ബൈക്ക്. ഹീറോ ഹോണ്ട. ഇത് പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. എത്രയാ? അതുകൊണ്ട് കാരണം ഒരു പെട്ടെന്ന് ഒരാള് വന്നാലേ കാണിച്ചു കൊടുക്കണല്ലോടാ. അശോകേട്ടൻ അശോകൻ കുയ്യാടിയിൽ അല്ലേ? ഇതിപ്പോ അടുത്ത് മുഹമ്മദ് റിയാസ്, മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പൊ അടുത്ത് ഉദ്ഘാടനം ചെയ്ത പാലാ ഇത്. ഇതോ? നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയില് വിലങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. വിലങ്ങാട് അറിയാം. കഴിഞ്ഞ 2 മാസം മുമ്പ് നമ്മുടെ വയനാട് ആ ഒരു ദുരന്തം സംഭവിച്ച അതേ സമയത്ത്, ആ മഴ പെയ്തിരുന്ന അതേ സമയത്ത് കോഴിക്കോട് ജില്ലയിൽ മറ്റൊരു സ്ഥലത്തും ഒരു ഉരുൾപൊട്ടൽ നടന്നിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെ ഒരുപാട് വീടുകളൊക്കെ ഒലിച്ചു പോയൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം അത് ഒരു മുൻ നടപടി എന്ന രീതിയിൽ അവിടുത്തെ ആളുകളെല്ലാം മാറ്റി പാർപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടം കൂടുതൽ സംഭവിച്ചില്ല. പക്ഷേ ഒരുപാട് വീടുകളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ഇപ്പോൾ കോഴിക്കോട് വന്നത് നമ്മളെ വടകര വന്നതാണ്. വടകര വന്നത് നമ്മുടെ മുനീർ ഖാൻ്റെ വീട്ടിൽ വന്നതാണ്. നമ്മൾ പേഴ്സണലായിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്ന സമയത്ത് വെറുതെ ഒന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയതാണ്. നമ്മൾ വീഡിയോ എടുക്കാൻ ഉദ്ദേശിച്ചിട്ട് വന്നതല്ല. അപ്പോൾ മുനീർ ഭായി പറഞ്ഞാൽ നമുക്ക് വെറുതെ വിലങ്ങാടൊന്ന് പോയി കണ്ടിട്ട് വരാം. നമ്മുടെ വയനാടുത്തെ അവസ്ഥകളൊക്കെ കൂടുതൽ നമ്മൾ വാർത്താ ശ്രദ്ധ കിട്ടിയതുകൊണ്ട് എല്ലാവർക്കും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല. അവിടുത്തെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് വെറുതെ പോയി കാണാം എന്നുള്ള രീതിക്ക് ഞങ്ങൾ ജസ്റ്റിന് വന്നതാണ്. ഇപ്പോൾ ഈ പുഴൻ്റെ പേരെന്താ? ഇത് വിലങ്ങാടല്ലേ? വിലങ്ങാട്. ഇപ്പൊ ഈ പുഴ പൊട്ടി ഒഴുകി വന്നിട്ടുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ മൊത്തം ഇവിടെ കാണുന്നത്. ഇതിലൂടെ ഒഴുകി വന്നില്ല വെള്ളം. വിലങ്ങാട് പറഞ്ഞ സ്ഥലം മുന്നോട്ടാ? ഇവിടുന്ന് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ കൂടി തോന്നുന്നു. ഈ ഉരുള് പൊട്ടിയ സ്ഥലം? ഉരുള് പൊട്ടിയ സ്ഥലം അവിടുന്ന് മൊത്തത്തിൽ ഒരു 2.5 കിലോമീറ്റർ 3 കിലോമീറ്റർ ദൂരം ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഇനി മുന്നോട്ട് പോയാൽ മുന്നോട്ട് പോയാൽ നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റും. അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ ഒരു പാലമുണ്ട്. ഇതാ ആ പാലം, അങ്ങ് കാണുന്ന പാലം. അവിടെ പോയി നോക്കിയല്ലോ. അവിടെ എല്ലാം വെള്ളം ഒഴുകി വന്നിട്ട് പാലത്തിന്റെ അടിഭാഗം എല്ലാം ഫുള്ള് ഒഴിച്ചു പോയി. അത് ശരി. ഈ പുഴന്റെ സൈഡിലൂടെ പോയ മുമ്പിലാണ് ആ പാലുള്ളത്. ഇത് അന്ന് വെള്ളം ഒലിച്ചു വന്നിട്ടുള്ള ചാല ഇത്. ശരി. ഇതോ? മലവെള്ളപ്പാച്ചല്ലേ? അല്ല, ഈ പുഴന്ന് വെള്ളം കയറി വന്നാ? അല്ലല്ല, അങ്ങനെ ആ പെട്രോൾ പമ്പിന്റെ സൈഡിൽ കൂടി തന്നെ റോഡ് കംപ്ലീറ്റ് വെള്ളപ്പാച്ചല് ഒലിച്ചു പോയി. പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ചാലുകളാണിത്. കണ്ടാ അവിടെ എല്ലാം നോക്ക്. ഇവിടെ എല്ലാം പോയില്ലേ? പിന്നെ ഈ മരക്കഷ്ണങ്ങളെല്ലാം മൊത്തം അങ്ങനെ ഒലിച്ചു വന്നതാ. ഇത് പാലം ഉരുട്ടിപ്പാലം. ഇത് പുതിയ പാലാണ്. പഴയ പാലം ഈ വഴിയായിരുന്നു. അത് പരിപൂർണമായിട്ട് ഒലിച്ചു പോയി. ഇവിടെ പാലം ഉണ്ടായിരുന്നു. പണ്ടത്തെ പാലം ഇങ്ങനെയായിരുന്നു. കണ്ടാ അങ്ങ് റോഡ് കാണുന്നില്ല, വണ്ടി വെച്ച് നിസാൻ ടിപ്പർ വെച്ച് അതിലൂടെയായിരുന്നു പഴയ പാലം. ഇതിപ്പോ അടുത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇപ്പൊ അടുത്ത് ഉദ്ഘാടനം ചെയ്ത പാലാ ഇത്. ഇതോ? ശരി. പക്ഷെ പാലത്തിനല്ല പരിക്ക് പറ്റിയത്. പാലത്തിന്റെ മുമ്പുള്ള ആ മണ്ണിട്ട് നിർത്തിയ സ്ഥലം ഉണ്ടല്ലോ, അതാണ് കംപ്ലീറ്റ് ഒലിച്ചു പോയത്. ഇവിടെ എങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്യായിരുന്നു പാലം? പഴയ പാലം ഇങ്ങനെയായിരുന്നു. ഇതിലേ ആയിരുന്നു പഴയ പാലം. ഇങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? ശരി. ഇവിടെ പകുതി റോഡിന്റെ പകുതി പോയില്ലേ? ഇവിടെ റോഡിന്റെ പകുതി പോയിട്ട് അപകടാവസ്ഥയില ഇതുള്ളത്. ഇപ്പൊ വണ്ടിയൊന്നും ഇതിലൂടെ അങ്ങനെ അടുപ്പിച്ച് പോകാൻ പറ്റാത്ത. അതെ. സപ്പോർട്ടിലാണ് നിൽക്കാണ്. ഇതിലൂടെ അങ്ങനെ സർവീസ് വണ്ടി നടക്കണം. ബസ്സെല്ലാം ഇതിലൂടെ തന്നെ ഇപ്പം പോകുന്നത്, വേറെ വഴിയില്ലല്ലോ. ശരി. നമ്മള് ആ പഴയ റോഡിൽ പോയി നിന്നാല് നമുക്ക് ഇതിന്റെ പരിപൂർണമായിട്ടുള്ള ചിത്രം കാണാൻ പറ്റും. മൊത്തം മലവെള്ളം പാഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഞാൻ വന്നിരുന്നു അന്ന്. ഇവിടെ വന്നിരുന്നോ? ശരിക്കും 2 മാസത്തിന്റെ മേലെയായി. ജൂലൈ. അതെ. അയാള് പറയുന്ന അങ്ങോട്ട് പോണ്ടെന്ന്. ചെറിയൊരു വെയിറ്റ് ഇട്ട് പോയപ്പോ ഒന്നിട്ടങ്ങ് പോകും. ഇതേതാ സ്ഥലം ഇതൊക്കെ? കല്ലാച്ചി വാണിമല അങ്ങോട്ടല്ലേ? ഭൂമിവാതുക്കൽ, പുതുക്കയം എന്നെല്ലാം പറയുന്ന ചെറിയ ഒരു സ്ഥലമാണ്. ശരിക്കും പുഴപ്പുറത്ത് ഇതാണ് വലിയ പുഴ. ഇതാണ് ശരിക്കുള്ള പുഴ. ഇതെന്താ ഉരുട്ടിപ്പുഴ? എന്താ പറയാ? ഉരുട്ടി വിലങ്ങാട് പുഴ. ഇതില് വെള്ളം കേറിയില്ല? ഇതിലൂടെ വെള്ളം കേറിയിട്ട് അങ്ങ് കാണുന്നില്ല നീ? അല്ല, ഈ മോൾ ഭാഗത്തുനിന്ന് വെള്ളം വന്നില്ല? വെള്ളം മോൾ ഭാഗത്തുനിന്ന് മൊത്തത്തിൽ ഈ റോഡിലൂട്ട് തന്നെയല്ലേ വരുന്ന വെള്ളം. ഈ റോഡിന്റെ മുകളിലൊക്കെ വെള്ളം.
ശരി, ഇത് നല്ല വീതിയുള്ള പുഴയാണല്ലോ അല്ലേ? ഇതിന്റെ ശരിക്കും ഇതിന്റെ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മള് മേലോട്ട് പോകണം. മേലിനത് കാണും. മേലോട്ട് അല്ല, മേൽഭാഗത്തേക്ക് പോയാല് അവിടെ ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിന്റെ മുമ്പിലെല്ലാം വെച്ചാല് ഫുള്ള് മരങ്ങളെല്ലാം ഒലിച്ചു പോയതാ അന്ന്. ഇതാണ് വിലങ്ങാട്. ഞാൻ അന്ന് ന്യൂസിലൊക്കെ കണ്ടിരുന്നു. പക്ഷെ നമ്മളെ വയനാടും ഇതും ഏകദേശം അടുത്തടുത്തായിരുന്നു ഉരുൾപൊട്ടിയത്. അതുകൊണ്ട് എന്ന് വെച്ചാല് വയനാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ മരിച്ച്, ഇവിടെ ഒരാളെ മരിച്ചിട്ടുള്ളൂ. അത് മുന്നറിയിപ്പ് ഉള്ളതുകൊണ്ട് എല്ലാവരും പിന്നെ മാറി താമസിച്ച് 12 വീടുകൾ ഇവിടുന്ന് ഒലിച്ചു പോയിട്ടുണ്ട്. എല്ലാരും മാറി താമസിച്ച്, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പിന്നെ അതേപോലെ 4 കടകള്, ഒരു കപ്പ്യാളയാ എന്തെന്നാ അങ്ങനെ എന്തോ ഒരു പേര് പറയുമല്ലോ, ക്രിസ്ത്യൻസിന്റെ രൂപക്കൂട്, അത് ഒലിച്ചു പോയി അന്ന്. നല്ല ജനസംഖ്യ ഉള്ള സ്ഥലമാണോ അത്? മലയോര മേഖലയാണ് വിലങ്ങാട്. ഇതാണ് പാലത്തിന്റെ ഒരു വ്യൂ. അതെ, നല്ല സുഖം. ഇതാണ് പാലത്തിന്റെ ഒരു വ്യൂ. അയ്യോ, ഇതിന്റെ പകുതി ഭാഗം അങ്ങനെ പോയില്ല. പക്ഷെ പാലം ഫുൾ ആയിട്ട് അങ്ങനെ ഉണ്ടല്ലോ അല്ലെ? പാലത്തിന് കുഴപ്പമൊന്നുമില്ല, ആ ഭാഗത്ത് മാത്രം. അതെ അതെ അതെ. എന്നാൽ ഈ പാലം ഇപ്പോ ഒരു അപകടാവസ്ഥയിൽ തന്നെയുള്ളത്. അതെ. ഈ പാലം വരുന്നതിനെക്കാട്ടും മുമ്പുള്ള റോഡായത്. നമ്മളിപ്പം വണ്ടി നിർത്തിയില്ല. ഈ ലോറിയിൽ പെട്ടതാ? അല്ലല്ല അല്ല, ഇത് ഇവിടെ വേറെ. ഇവിടെ എന്തായിരുന്നു ഒരു 2 മതിലൊക്കെ കാണുന്നത്, റിപ്പീറ്റ്മെന്റ് കാണുന്നത്. ഇത് പാലത്തിന്റെ അല്ല, ഇവിടെ പഴയ ബസ് സ്റ്റോപ്പ് ആയിരിക്കും എനിക്ക് തോന്നുന്നത്. ബസ് സ്റ്റോപ്പോ? ഓ, ഇവിടെ നിന്നാണ് അതിന്റെ ശരിക്കും ഇത് മനസ്സിലാവുന്നത് അല്ലേ? അതെ. ഓഹോ, ഇവിടെ വന്ന് നിൽക്കണം ശരിക്കും അതിന്റെ എന്തെന്നാ സംഭവിച്ചെന്നുള്ള. ഈ ഓവൊക്കെ ഇതിലുണ്ടായിരുന്നാണ്. ഓവ് പഴയ പാലത്തിന്റെ ഓവാന്ന് തോന്നുന്നു. അയ്യോ, അവരുണ്ടോ സൈഡ് കൂടെ നടക്കണേ? അയാള് പറഞ്ഞ ഇവിടെ പോകണ്ട. വലിയൊരു ഗുഹ പോലെ ആയിട്ടുണ്ട് അല്ലേ? ഇവിടെ ഒരു പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. പക്ഷെ റോഡ്, അതിന്റെ മുമ്പിലുള്ള റോഡിന്റെ പകുതി ഭാഗം പോയി. അതിന് മുകളിലേക്ക് പോയി നോക്കട്ടോ, മലയാണ്. ഈ ബിൽഡിങ്ങിന്റെ ഇപ്പൊ 2 ഷട്ടറല്ല നമ്മളിപ്പോ ഇവിടെ കാണുന്നത്. ഇത് 2 ഇപ്പുറത്തേക്ക് ഉണ്ടായിരുന്നോ? 3 ഷട്ടറുള്ള ബിൽഡിംഗ് ആയിരുന്നു ഇത്. അതിന്റെ ഒരു ഷട്ടറും ബേക്ക് ഭാഗവും മലവെള്ളപ്പാച്ചലിൽ ഒളിച്ചു പോയതായി. അതിന്റെ ബാക്കിലുണ്ടായിരുന്നല്ലേ? ബാക്കിലുണ്ടായിരുന്നു. അത് ഇതിൽ പോയതാ? 3 ഷട്ടർ. 3 ഷട്ടർ. ഒരു കട പോയില്ലേ? ഒരു ഷട്ടറും ബേക്ക് ഭാഗവും ഒലിച്ചു പോയതാ. മതിൽക്കെട്ടിന്റെ ഇതോ ഇങ്ങനെയായിരുന്നു റോഡ്. ഇത് ഈ സാധനം ഈ കെട്ട് റോഡിന്റെ അതിർത്തിയായിരുന്നു ഇത്. അപ്പൊ ഈ ഭാഗം കംപ്ലീറ്റ് റോഡ്, ഈ ഭാഗം ഒലിച്ചു പോയി. ശരി, റോഡ് വീതി കുറഞ്ഞു പോയില്ല? ഏകദേശം പകുതി ഭാഗം ഒലിച്ചു പോയി. പിന്നെ അവിടെ ആ ബിൽഡിങ്ങിന്റെ ഒരു ഷട്ടർ ബാക്കില്. മേലെ പോയി നോക്കാം നമുക്ക്. ഇവിടെ ചെറിയൊരു കുഞ്ഞു ചായക്കട ഉണ്ട്. നമുക്ക് അവിടെ കയറി ചായ ഒന്ന് കുടിച്ചിട്ട് പോവാം. അവിടെ ഉണ്ടോ? അവിടെ പോയേക്കാം. വനമാലിക ഇക്കോ ഷോപ്പ് പട്ടികവർഗ സർവീസ് സഹകരണ സംഘം. ചായ ഉണ്ടോ അവിടെ കടയിൽ? ഇത് അവിടുത്തെ ചായ ഉണ്ട്. സാധാ ചായ അല്ല, സാധാ ചായ. ഒരു സാധാ ചായ, ഒരു വിത്തൗട്ട്. ഇതല്ലേട്ടാ സുഖല്ല? പഴംപൊരി ഇരിക്കി. അങ്ങനെ പറയരുത്. അല്ല, ഇതിപ്പോ പിന്നെ ഇവിടെ ഒരു ഷട്ടറും പോയി, പിന്നെ ആളപായ ഉണ്ടേനാ ഇവിടെ അന്ന് മലവെള്ളപ്പാച്ചലില്? ഒന്നുമില്ല. കടന്നെടുത്തുന്ന സാധനങ്ങളൊക്കെ പോയി. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നിക്കാ? എന്തല്ലോ വിളിച്ചോയേ? ഓക്കെ. ഇതിനോട് ഇത്രയും വെള്ളം കയറിയ ചളിയനല്ല. നിങ്ങളെ കിച്ചണാ അതില്ല? ചേട്ടന്റെ പേര് തന്നേനോ? അശോകട്ട. നമ്മളിവിടെ അടുത്തന്നെ.
ഇതാ ഈ പമ്പിന്റെ നേരെ അപ്പുറം 3 കിലോമീറ്റർ ദൂരെ നിന്ന് വന്ന വെള്ളം കൊണ്ട് അപ്പട് ഒലിച്ചതവിടെ കരക്കാറ്റിട്ട് എത്ര നഷ്ടം വന്നിട്ട് ഒരുപാട് നഷ്ടമുണ്ട്. എന്നാലും സുമാർ നമ്മളൊരു സുമാർ ഒരു 10-20 റുപ്യന്റെ 20,000-ന്റെ നഷ്ടം വന്നു. ആ 20,000 റുപ്യന്റെ നഷ്ടം വന്നു. എനിക്ക് എന്തെങ്കിലും സഹായം കിട്ടിയിക്കാ? എന്ത് സഹായം? കുമിട്ടിക്കട അല്ലല്ല, നമ്മളെ മറ്റേ സാധനങ്ങളെല്ലാം വെക്കും. വാഴക്കട പോലെ അതാ നിങ്ങൾക്ക് കാണാം. ഇതാ ഈ പമ്പിന്റെ നേരെ അപ്പുറം എല്ലാം പോയി. ഇപ്പൊ എന്താ ചേട്ടന് പണി? എനിക്ക് കണ്ണ് കാണുന്നില്ല മാഷേ. ആഹാ, എനിക്ക് ഇവിടെ എല്ലാം പണിയെടുക്കുന്നതാണ് ഞാൻ. ആ ഇപ്പൊ പണിക്ക് പോക്കില്ല? ഓൻ കണ്ണ് കാണണ്ടേ? പെൻഷൻ കിട്ടലില്ല? എന്ത് പെൻഷൻ? എല്ലാം മാടിക്കടയില് ഒരേ മോള നിക്കലെന്നാ പറയുന്നേ. മൂത്ത മോളതാ. ആ മൂത്ത മോള. ആ മോളെ ഭർത്താവ് മരിച്ചും പോയി. മൂത്ത മോളെ ഭർത്താവ്. മക്കളില്ല അവർക്ക്? 2 മക്കളുണ്ട്. ആ ഓക്കെ, ശരിയാ. ഒരാണും ഒരു പെണ്ണും. ഓക്കെ ഓക്കെ. 2 മാസമല്ലേ ഉള്ളൂ. പിന്നെ എല്ലാം എഴുതി തള്ളിയാ? ഇല്ല, അതെല്ലാം കിട്ടൂ, ഘട്ടം ഘട്ടമായിട്ട് കിട്ടൂ. പെൻഷൻ എല്ലാം റെഡി ആയിട്ട് വരുന്നുണ്ട്. ഗവൺമെന്റ് എല്ലാം ഭയങ്കര ഉത്സാഹിക്കുന്നുണ്ട് പെൻഷന് വേണ്ടിയിട്ട്. അല്ല മാഷേ, എന്തിനാ ഈ പാവം ചെയ്യുന്നേ? വലി ഞാള് തച്ചാൻ കൊന്നാ പോലെ. അങ്ങനെ എന്താ ഇത് വിത്തൗട്ടല്ല? കുടിച്ചു ഒരു ചായ കൊടുക്കുക. പേര് ചണ്ണക്കൻ. കണ്ണക്കൻ? ചണ്ണക്കൻ. ചണ്ണക്കൻ. ചണ്ണക്കേട്ടന് ചായ കൊടുക്ക്. സഖാവെ ഞാനിപ്പം കുടിച്ചു. പിന്നെ ഇതാ കടിയോ എന്തെങ്കിലും ചെറുങ്ങനെ ലൈറ്റ് ആയിട്ട്? എനിക്ക് നിങ്ങള് പറയുന്ന കടിയൊന്നും എനിക്ക് തിന്നാനാവില്ല. നമ്മൾ കാലത്തല്ലേ പിറ്റേന്ന് കാലത്തല്ലേ വരുക. രാവിലെ നോക്കുമ്പോൾ ഇവിടെ ഫുൾ ചളിയും വെള്ളുക. പിന്നെ ഇവിടുന്ന് ഒരുപാട് ഇങ്ങനത്തെ ചേറ് വെട്ടീന്, പിന്നെ 2 മിക്സി. 2 മിക്സി? ഒരു മിക്സി, ഒരു ഗ്രൈൻഡർ. അത് ഒഴിച്ചു. പിന്നെ അതിന്റെ ഇടയ്ക്ക് വണ്ടിയെല്ലാം ഒലിച്ചു പോയിട്ട് പലർക്കും കിട്ടിയെന്നല്ല പറയുന്ന കേട്ടില്ല. വണ്ടി ഒരുപാട് കൊണ്ട് ഒലിച്ചു പോയി. അപ്പം മാട് എല്ലാം അത് കോയിനെല്ലാം പിടിച്ചു വല്ലുണ്ട് പറഞ്ഞേ. തായെന്ന് ചത്തലും പോയി പിടിക്കുക. ആലും കുറച്ച് ചുമ്മാ പറയുന്നത് എല്ലാം വെറുതെ അടിച്ചു. പക്ഷെ വണ്ടിയെല്ലാം ഒളിച്ചു പോയി. വണ്ടിയെല്ലാം ചില ആക്രിക്കാർ വന്നിട്ട് എങ്ങനെ പോലെ പിന്നെ തൊപ്പി പിടിച്ച പോലെ ഇങ്ങനെ ഓരോന്ന് കിട്ടിയിട്ട് എടുത്ത് പോകുന്നത് കണ്ടിട്ടുണ്ട്. ഭയങ്കര സംഭവം തന്നെ. ആകുമ്പോ ഇവിടെ രാത്രി ജനങ്ങൾ എത്തിപ്പെട്ടുക്കാം. ജനങ്ങൾ ഇവിടുന്ന് ഏകദേശം പിന്നെ ജനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു മഴ തന്നെ. ആ സമയത്തല്ലേ മാഷ് വിളിച്ചു പോയത്. മാഷ കൂടെ കുറെ ആളുണ്ടായിരുന്നു. അതുകൊണ്ട് മാഷ് സുഹൃത്തേനോ? ആ സുഹൃത്തും. പക്ഷെ മരണം ഇവിടെ മാഷ അയാള് പിന്നെ ഇവരെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി പറയുന്നേ. അപ്പൊ 2 സൈഡിലെ ഒരു ഭാഗത്ത് കുറെ ആളിനെ അങ്ങനെ പറയാൻ നമുക്ക് മഴ കുമ്പളച്ചോലാണ് ഒരു ഗവൺമെന്റ് ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ട് പൈസ. കുറേക്കെല്ലാം പിന്നെ അല്ല വ്യാപാരി വ്യവസായന്റെ ഇത് കൊടുത്തിന്. അല്ല അത് ഞാൻ അതിന്റെ തങ്ങ ഇല്ലേനു. അല്ല ഞാൻ ഒന്നിന്റെ തങ്ങ ഇല്ലേനു. എന്തെങ്കിലും നിങ്ങൾ അങ്ങ് ആണേനു. അങ്ങല്ല പിന്നെ എനിക്കൊരു 5-10 രൂപ നഷ്ടമാണല്ലോ. പൈസ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ല പൈസ ഉണ്ടായിട്ടില്ല നമുക്ക് കാര്യം. ഒരു 5-10 രൂപന്റെ നഷ്ടം. അശോട്ട് നിങ്ങള് മുന്നേ ഗൾഫിലേനോ? ഞാൻ ഒരു പ്രാവശ്യം പോയായിരുന്നു. എവിടെയാ പോയി നിങ്ങള്? ഒമാനി. അവിടെ ഒരു 1.5 വർഷം നിന്നിട്ടുള്ളൂ. 1.5 വർഷം നിന്നിട്ടുള്ളൂ. അന്നേരം സുഖമില്ലാണ്ട് ഇങ്ങോട്ട് പോകുന്നത്. സുഖമില്ലാണ്ട് വന്നാ പാസ്പോർട്ട് ഒന്നും എടുത്ത് കാണിക്കും. പാസ്പോർട്ട് ഉണ്ട്. പാസ്പോർട്ട് എല്ലാം കയ്യിലുണ്ട്. എല്ലാം സ്റ്റോക്ക് ചെയ്തിക്കോറ്. പാസ്പോർട്ട് കാരണം ഒരു പെട്ടെന്ന് ഒരാള് വന്നാലേ കാണിച്ചു കൊടുക്കണല്ലോടാ. അശോകേട്ടൻ അശോകൻ കുയ്യാടിയിൽ അല്ലേ? 2 പാസ്പോർട്ട് ഉണ്ടാ? ഇത് 2013 നിങ്ങൾ ഒമാനിൽ പോയത്.
2013 പോയാണോ? അപ്പൊ വലിയ അധികം പ്രവാസി പിന്നെ പെൻഷൻ കിട്ടുന്നുണ്ടോ? അതിൽ എനിക്ക് മറ്റേ 60 വയസ്സിനുള്ള പെൻഷൻ കിട്ടുന്നുള്ളൂ. ഇന്റെ കിട്ടുന്നില്ല. നിങ്ങൾ നോർക്കയിൽ അപേക്ഷ ഒന്നും കൊടുത്തിട്ടില്ലേനോ? ഇല്ല. അപ്പോൾ എന്നോട് ഒരു പെൻഷനാണ് കിട്ടുന്നത്. അങ്ങനെ പ്രവാസികൾക്ക് പെൻഷനൊക്കെ കിട്ടുമോ? 3000 രൂപ ഉണ്ട്. ഒന്നാ കിട്ടും, ഇവരൊന്നും വാങ്ങുന്നുണ്ടല്ലോ. മറ്റേ ഇത് പോയത് അതെ അതെ. എന്ത് ജോലിക്കാ പോയെ? ഹോട്ടൽ പണിക്കാ പോയത്. ഹോട്ടൽ പണി. ഇവര് നല്ല കുക്കല്ലേ? കൊണ്ടുപോയി ആര് കൊണ്ടുപോയി ഇവിടുന്ന്? പിന്നെ എൻ്റെ ഭാര്യേൻ്റെ മാമനുണ്ട് എന്നോട്. അമ്മാവൻ എത്ര നിന്നു? ഞാൻ ആദ്യത്തെ പോകാൻ 2 പ്രാവശ്യം പോയി. അതെ അതെ. എത്ര ഒരു 2 വർഷം നിന്ന്? എത്ര വർഷം നിന്ന്? ആദ്യത്തെ പോക്കിന് ഒരു 1.5 കൊല്ലം. 1.5 കൊല്ലം. പിന്നെ രണ്ടാമത് പോയിട്ട് പിന്നെ അത് ഒരു 1.5 കൊല്ലം വേണം തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ശരി, വന്ന് പിന്നെ ഇവിടെ കട ഇട്ടില്ലേ? ചെറിയ പെട്ടിക്കട എങ്ങനെ വീട് താമസം? എൻ്റെ സ്വന്തം പുറകെ കക്കട്ട് കല്ലാച്ചി കക്കട്ട്. താമസം ഇപ്പൊ ഇവിടെ താമസിക്കുന്ന കടയില്ല, എല്ലാം കരുവള്. ലൈസൻസ് ഉണ്ട്. അതെ അതെ അതെ. ഫോട്ടോ ചുള്ളനാണ്. അതെ അതെ. അല്ല ആളെന്ന് വെച്ചാൽ ഇപ്പം കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല ഇപ്പൊ ഗൾഫ് പോയിട്ട് 10 വർഷമല്ലേ ആവണുള്ളൂ. അതെ അതെ അതെ. 11 വർഷം. 11 വർഷം. 2013 എത്ര എടുക്ക്? അയക്കാം. എന്നാ ശരി, ഞങ്ങള് മേലെല്ലാം പോയിട്ട് വരുന്നു. ഞങ്ങളൊന്ന് ഉരുൾപൊട്ടിയ സ്ഥലം ഉണ്ടല്ലോ. ശരി, പോയിട്ട് വരാം. താങ്ക് യു. കാണിക്കണം. ഇയാളെ പേരൊന്ന് പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല ആദ്യം പറഞ്ഞപ്പോ. ഏത് അതിൻ്റെ അകത്ത് ഉണ്ടാവുക? ചണ്ണക്കൻ. എന്തെന്നാണ് വീട് പറഞ്ഞ? കെട്ടിനുള്ളിൽ നമ്പിച്ചണ്ണക്കൻ. കെട്ടിനുള്ളിൽ നമ്പിച്ചൻ ചണ്ണപ്പൻ. ചണ്ണക്കൻ. അത് പറയാൻ ചെറിയ പണിയുണ്ട്. ചണ്ണക്കൻ. ഇതിപ്പോ എത്ര മുന്നോട്ട് എത്ര ഉണ്ട് വിലങ്ങാട് എത്താൻ? ശരിക്കും വിലങ്ങാട് ശരിക്കും 2-3 കിലോമീറ്റർ ഇനിയും പോണം. ആ പോയിന്റിൽ എത്തേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് ഉരുൾപൊട്ടിയ ഉത്ഭവന കേന്ദ്രം. അതെ അതെ അതെ. ശരി, ഇതെന്ന് വെച്ചാൽ എപ്പോ ഒരു ഇത് അവസാനത്തെ ഒരു വില്ലേജാ ഇതിന്റെ അപ്പുറം. പിന്നെ വയനാട്ടില് 7 കിലോമീറ്റർ പോയാല് തരുവണ അല്ല നിലവിൽ പുഴ എത്താം. റോഡുണ്ടോ? 7 കിലോമീറ്റർ പോയാല് വണ്ടി പോകും. കാട്ടിന്റെ ഉള്ളിൽ കൂടി തന്നെ നടന്നിട്ട് നമുക്ക് നിലവിൽ പുഴയിലെത്താം. പിന്നെ അതേപോലെ കണ്ണൂർ ജില്ലേന്റെ അതിർത്തിയിലേക്ക് വരുന്നുണ്ട്. ശരി, ഇത് നമ്മൾ വെലങ്ങാട് ടൗണിൽ ഇപ്പൊ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് വെലങ്ങാട് ടൗൺ. ഈ ടൗണില് ഒരുപാട് കടകൾ, ഇതേപോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കടകളില്ല, കംപ്ലീറ്റ് ഒലിച്ചു പോയിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോ ഇപ്പം എടുത്തു കേട്ടാ ഈ സമയം. ഈ കടയില്ല, ഇത് ഒലിച്ചു പോയ കടയാണ്. ഇത് പുതിയ കട, നമ്മളിപ്പം കാണുന്ന പുതിയ കട. ഈ ഷട്ടർ ഇപ്പം കെട്ടിയതാ. അത് കംപ്ലീറ്റ് പരിപൂർണമായിട്ട് 2 കട ഒലിച്ചു പോയ സ്ഥലമായത്. അപ്പൊ അതിന്റെ ബാക്കിൽ പുഴ, അവിടുന്ന് വെള്ളം കയറിയതാ. ഇതാ പുഴ. ഒരു പാലമുണ്ട്. അതാ ഇതിലെല്ലാം ഇവിടെ നല്ല സീനായിട്ടുണ്ടല്ലേ. നമുക്ക് ബസ് വടകരക്കുള്ള ബസ്സായിട്ട് ടൗണ് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിർത്താം. അന്നേരത്തെ കാണാം വിശദമായിട്ട്. അവിടെ ക്രിസ്ത്യൻ പള്ളീന്റെ മുമ്പിൽ ഒരുപാട് പിന്നെ മരങ്ങളെല്ലാം വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു അന്ന്. മലയോര മേഖലയാണല്ലോ. ഇതാണ് ലാസ്റ്റ് ടൗണ്, ഈ റോട്ടിലുള്ള ലാസ്റ്റ് ടൗൺ ആയത് വിലങ്ങാട്. നമ്മളിവിടെ വന്ന് നിർത്തി. ഇവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ടെന്നാണല്ലോ വിലങ്ങാട്. ആ പള്ളിയാണ് മുകളിൽ കാണുന്നത്. അതിന് മുമ്പിൽ ഈ റോഡിൻ്റെ സൈഡിലാണ് ഈ പുഴയുള്ളത്. നല്ലതാണ് ഇവിടെ നിന്ന് ഒഴുകി വന്നത്. വലിയൊരു മരം ഉണ്ടായിരുന്നു എവിടെ? ഇവിടെ റോഡ് സൈഡിൽ വലിയൊരു മരം ഉണ്ടായിരുന്നു. അതടക്കം എന്തായി? പുഴ അങ്ങ് കൊണ്ടുപോയി, വെള്ളം കൊണ്ടുപോയി. അവിടെ കാണുന്നില്ല അങ്ങ്. ഇപ്പം ആ പീടിയന്റെ എല്ലാം അടിഭാഗം ഫുള്ള് ഒരു ഗുഹ പോലെ, മഞ്ച പോലെ ആയിരുന്നു വെള്ളം കയറിയിട്ട്. ഇവിടെ ഇപ്പം പണിതാ. ഇത് ഒരുപാട് മേലൊക്കെ ഇനിയും നമ്മളൊരു 2 കിലോമീറ്റർ മേലോട്ട് പോകണം. ഇതെല്ലാം അന്ന് ഒലിച്ചു വന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. മരങ്ങളൊക്കെ. ശരി.
ഈ ഒരാൾ മരിച്ചെന്ന് പറഞ്ഞത് മാഷ ഇവിടുത്തെ സ്കൂളിൽ സംഭവിച്ചത് വെച്ചാല് കൊടിയണ്ട ആ അടുത്ത സൈഡിൽ കാണുന്ന മണ്ടയിൽ കാണുന്ന ഒരു വീടില്ല, അതാണ് ഈ മലവെള്ളപ്പാച്ചലില് അകപ്പെട്ട മാഷ വീടാത് ആ കാണുന്നത്. അയാൾ ഇവിടുന്നാണ് അങ്ങോട്ട് പോയിട്ട് പിന്നെ ആദ്യത്തെ ഉരുൾപൊട്ടലില് എല്ലാരും മാറാൻ വേണ്ടിട്ട് പറയാൻ വേണ്ടി പോയതാ. ആ സമയത്ത് നല്ലോണം മഴ പെയ്തേർത്ത് ഇവര് 3 പേര് കടയിൽ കയറി നിന്ന് അതിൽ 2 പേര് റോട്ടിന്റെ മുകളിൽ ഇറങ്ങിയ സമയത്താണ് പെട്ടെന്ന് ഉരുൾപൊട്ടി വന്നത്. കടയിൽ കയറി നിന്ന് അവിടെ 4 കട പോയില്ലേ, അതിന്റെ തിണ്ണെ കയറി നിന്ന് തിണ്ണെ കയറി നിന്ന്. ഇത് ഈ വീടില്ല, ഈ കാണുന്ന വീട്ടിന്റെ ആ ഓട്ടോ ഇല്ല, ഫുള്ള് ചളിയിലായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്ന സമയത്ത്. ഈ ഓട്ടോറിക്ഷ ഫുൾ ചളിയില്, ഈ വീടിന് ഫുള്ള് ചളി. ഈ വീട് കൊറേ ഭാഗം എന്തായിന് പിന്നെ മരങ്ങളെല്ലാം വന്നിട്ട് അടിച്ചിട്ട് ഇതാ കണ്ടാ ഇവിടെ ഇപ്പൊ റിപ്പയർ ചെയ്യുന്നുണ്ട്, റെഡിയാക്കി എടുത്തില്ലേ? റെഡിയാക്കുന്നുണ്ട്. ഇതിന്റെ ബേക്കിലുള്ള പിന്നെ മൊത്തം എന്താ വീടിന്റെ മണ്ടി അത് അവിടെ കാണുന്നത്. ഇതെല്ലാം വീടുണ്ടായിരുന്നു. ഇതാ ഇവിടെ ഒരു സൈക്കിൾ കാണുന്നില്ല, ഇവിടെ ഒരു മോട്ടോർ സൈക്കിള്, ഇവിടെ കാണുന്ന സ്കൂട്ടർ വെച്ച ആ ഭാഗത്തായിരുന്നു കടകളിലെ. അതാ അവിടെ 2 മുറിക്കട, ഇവിടെ 2 മുറിക്കട, പിന്നെ ഒരു കപ്പാള ക്രിസ്ത്യൻസിന്റെ. അങ്ങനെ ആ മണ്ടേന്നാണ് ഉരുൾപൊട്ടി വന്നത്. അവിടുന്ന് ഇറങ്ങി നോക്കിയല്ലോ. ഇറങ്ങാം. ഇവിടെ ആയിരുന്നു മാഷ് കയറിയുന്ന, ഇവിടെ കട ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒലിച്ചു പോയിനെ ഈ ഭാഗത്തുനിന്ന് വീടുകൾ ഒലിച്ചു പോയത്. ഇതാ അവിടെ ഇനി കുറെ പിന്നെ ഇത് കാണുന്നുണ്ടാ, എന്ത് ഒരു വീട്ടിന്റെ പിന്നെ മേൽക്കൂരി, അത് ആ കാണുന്നത് അവിടെ അവിടെ ഇറങ്ങി നിന്നിട്ട് കാണണം. നോക്കി മോനെ ഈ കല്ലൊക്കെ അവിടെ നിന്ന് വന്നു. കാറിന്റെ കാറ് ആ വീടിനൊന്നും പറ്റിയില്ല അല്ലേ? ആ വീടിന് പറ്റിയില്ല, പക്ഷെ ആ വീട്ടുകാരന്റെ വണ്ടി ഈ ഭാഗത്തേനോ നിർത്തിയിട്ടെ അതങ്ങനെ പോയില്ലേ? അതെ. അയ്യോ, വെള്ളം ഇവിടുന്ന് അങ്ങോട്ടുള്ള റോഡ് ഒക്കെ ബന്ധായില്ലേ? ഇതിലൂടെ റോഡ് ഇങ്ങനെയാ വരുന്നത്. അല്ല ബസ്സില്ല, ഈ കടേനെ ചുറ്റിയിട്ട് ഇങ്ങനെയായിരുന്നു റോഡന്ന്. ഇതിലാണ് അന്ന് പിന്നെ മലവെള്ള പാച്ചിലുണ്ടായ ഉരുൾപൊട്ടി വന്ന ഇതിലൂടെയാ. ഇപ്പൊ താൽക്കാലികമായിട്ട് അതിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ട് പാലം ഉണ്ടാക്കിയതായി. അപ്പൊ നമുക്ക് അതിന്റെ മേലക്കാരാണ് ഈ കാണുന്ന ഇത്രയും ഭാഗമാണോ വന്നത്? അതെ ഒലിച്ചു വന്നത് അതിലൂടെ. ആകെ ഇച്ചിരി സ്ഥലം വന്നിട്ടുള്ളല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ വരുന്നതല്ലേ, വരുന്ന വഴികളിലെല്ലാം അടിച്ചു. ഇവിടെ ഇങ്ങനെ പാറക്കല്ല് പൊട്ടിച്ചിട്ടാകുന്നുണ്ട് നീ ഇതില്ല. ഒരു 25 ആന നീങ്ങിയാലും ഉന്തിയാലും നീങ്ങാത്ത അത്ര വലിയ പാറക്കല്ലുകളാ വന്നേ. ഇത് പിന്നെ JCB കൊണ്ട് പോലെ അടിച്ചു പൊട്ടിച്ചതായി. ഇറ്റാച്ചി പോലത്തെ സാധനം ഇല്ല മറ്റേ, അത് പൊട്ടിച്ചിട്ടാ. ശരി, ചൂരൽമലയില അങ്ങനെ തന്നെയാ വന്നല്ലേ. ഇതാണ് കാറല്ലേ? അത് ഫോക്സ് വാഗന്റെ കാറായത്. ഫോക്സ് വാഗന്റെ കാറാ. അയ്യടാ, പോളോ തോന്നുന്നു. ഒന്നും ബാക്കിയില്ല അല്ലേ? ഇല്ല. പിന്നെ ഒരു ജീപ്പും ഉണ്ടായിരുന്നു അവരെ. ഒന്നും ബാക്കിയില്ലല്ലോ അതില്. അതാ ഒരു മോട്ടോർ ബൈക്കും ഉണ്ട് കേട്ടോ അപ്പുറം. എവിടെ? അതാ സ്കൂട്ടിയാ? സ്കൂട്ടറല്ല, ഹീറോ ഹോണ്ട ബൈക്കില്ലേ? ഹീറോന്റെ പഴയ ബൈക്ക്, ഹീറോ ഹോണ്ട. ഇപ്പൊ ഇത് പൊല്യൂഷന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. ഇതെത്രയാ? 2001 വണ്ടി കേട്ടാ, പെട്രോള്. ഇതേതാ വണ്ടി? ഇത് ഇതിന്റെ തന്നെയാണോ? ഏതാണെന്ന് അറിയില്ല. ഇത് മോട്ടോർ ബൈക്കിന്റെ ആണല്ലോ. മോട്ടോർ ബൈക്കിന്റെ 39 ഇതാണ്. അതിന്റെ ആയിരിക്കും. അതെ, ഈ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നത് ആയിരിക്കും. തെങ്ങ് കാണുന്നില്ല എവിടാ? ഇവിടാ കൊറേ തെങ്ങുണ്ടല്ലോ. എടാ ഫസ്റ്റ് തെങ്ങില്ലേ, ആ ഫസ്റ്റ് തെങ്ങിന്റെ അടുത്തായിരുന്നു അന്ന് ജീപ്പ് ഒലിച്ചു വന്നത്. ജീപ്പോ? എവിടെ? ജീപ്പ് മേലെ ഒലിച്ചു വന്ന ഈ റോഡിലൂടെ മേലേക്ക് ജീപ്പൊക്കെ പോകില്ല. പിന്നെ ഇത് 4 വീലർ ജീപ്പ് പോകുന്ന സ്ഥലമല്ലേ ഇതല്ല? ഇത് മുകളിലേക്കൊക്കെ വീടുകളുള്ള സ്ഥലം. വീടുകളുടെ ശരി. വന്ന സമയത്ത് ഇവിടെ ഇല്ല, ഇവിടെയായിരുന്നു ജീപ്പുള്ള. ഈ തെങ്ങിനോട് ചായ നിൽക്കുന്ന പോലെ. ഇവിടെയോ? അന്നേരം എന്തായി ജീപ്പ്? എന്നിട്ട് ജീപ്പ് എവിടെ? അതെടുത്ത് ശരിയാക്കി എടുത്തു. കൊണ്ടുവച്ചിട്ടുണ്ട്. റെഡിയാക്കി എടുക്കാൻ പറ്റുമോ?
ഇവിടെ എന്താ വീടുണ്ടായിരുന്നോ? ഷീറ്റിന്റെ അവശിഷ്ടം, കോൺക്രീറ്റ് എല്ലാം. ഓ എല്ലാം നമ്മളെ ബ്രഷ് കട്ടർ പകുതി പോയി. ഹോണ്ടേൻ്റെതാ ഫസ്റ്റ് സ്റ്റോക്ക്. ശരി, ഇവിടെയാണ് വീടുകൾ കൂടുതൽ പോയതല്ലേ? അതെ അതെ. നിക്കോന്റെ ക്യാമറ ക്യാമറ ഒക്കെ വീട്ടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അതെ അതെ. മണ്ണടിഞ്ഞു പോയി എല്ലാം. ലെൻസ് അതിന്റെ കോമ്പാക്ട് ലെൻസ് ഒന്നും കറങ്ങുവാ ഇല്ല. കറങ്ങുന്നല്ല, ജാമായി കറങ്ങില്ല കഴിക്കുന്നു. അതെ അതെ. ധാരാട്ടെ അവിടെ തന്നെ വെച്ചേക്ക്. വന്നിട്ട് വലിയ ഗർത്ത ഉണ്ടായിന്. എന്താ ചാല്? അയ്യോ, കാണുമ്പോഴോ അറിയാം. കടേന്റെ പിന്നെ തറയാ ഇത് കാണുന്നത്. ഇതാ ഇത് തറ കാണുന്നില്ല ഇതില്ല. അതെ അതെ. നമ്മളിപ്പം കടയിലാണ് നിൽക്കുന്നത്. ഇവിടെയാണ് കട. പകുതി പോയ വീട്. ആ വീട് കണ്ട സുഹൃത്തുക്കളെ, പകുതി പോയ വീടിന്റെ. ഈ വീട്ടിന്റെ പകുതി ഭാഗം, പകുതിയല്ല മുക്കാൽ ഭാഗം അല്ല പോയില്ലേ? താമസിക്കാൻ പറ്റില്ല, താമസയോഗ്യ ആവില്ല. ഇത് കംപ്ലീറ്റ് പോയില്ല. ഇതൊക്കെ ചളി വന്നിട്ട് ഇവിടെ മറ്റേ ഹിറ്റാച്ചി വന്ന് ക്ലീൻ ചെയ്തോ തോന്നുന്നു. ഇല്ല, ഇതൊക്കെ ഇത് ഈ അകത്ത് നോക്ക്, ചളി വന്ന് നിന്നെ. ഓ, ഇവിടെ ഉള്ളവരൊക്കെ മാറി താമസിച്ചിരുന്നു. അന്ന് പോയിനെ, അതുകൊണ്ട് രക്ഷപ്പെട്ടിതാ. ചളി നോക്ക്. കിച്ചൺ ഫുള്ള് ചളിയാ. ഇത് അടുക്കള എല്ലാം ചളി അടഞ്ഞിരിക്കല്ലേ. അയ്യോ, ഈ കല്ല് കണ്ടില്ല? ഇതേപോലത്തെ കല്ല് അന്ന് ഒലിച്ചു വന്ന്. അല്ല, അത് തന്നെ നമ്മുടെ വയനാട്ടിലൊക്കെ കണ്ടില്ലേ? ഇതെല്ലാം കല്ല്, അതൊക്കെ അനക്കാൻ പറ്റുമോ? എന്താ പാമ്പോ? അല്ല, അതെന്താ കയറാ. ഞാൻ പാമ്പാന്ന്. അതെ, ഇതില്ല. ഞാനിപ്പോ നിൽക്കുന്ന ഒരു വീടാണ് സുഹൃത്തുക്കൾ. ഇത് പകുതിയിൽ മുക്കാൽ ഭാഗം, ഒരു വീടിന്റെ ഒരു 80% ഭാഗം ഒലിച്ചുപോയി. ഇതുപോലെ തന്നെ ഈ മുകളിൽ നിന്ന് വരുന്ന ഈ മലവെള്ളപ്പാച്ചിൽ വന്ന സ്ഥലത്തെല്ലാം നിരവധി വീടുകളുണ്ടായിരുന്നു. ആ വീടുകളെല്ലാം തന്നെ ഒലിച്ചു പോയിരിക്കണം. അതൊരു 10-12ഓളം വീടുകൾ ഈ ഒരു ഭാഗത്ത്, ഈ പുഴേൻ്റെ 2 സൈഡിലായിട്ടുണ്ടായിരുന്ന വീടുകളെല്ലാം ഒലിച്ചുപോയി. പക്ഷെ അതിലുണ്ടായിരുന്ന ആളുകളൊക്കെ മുൻകൂട്ടി തന്നെ ഇത് കണ്ടിട്ട്, ഈ അപകട സാധ്യത കണ്ട് ഇവിടുന്ന് സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മാറി താമസിച്ചിരുന്നു. അതുകൊണ്ട് മാത്രം ഇവിടെ കൂടുതൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ വയനാട് എന്ന് പറഞ്ഞാൽ ഒരു അർദ്ധരാത്രി പിന്നിട്ട് പുലർച്ചെ 3 മണി സമയത്തൊക്കെ ഉരുൾപൊട്ടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ, അതായത് ഗണിക്കാൻ പറ്റാത്തത്ര രീതിയിലുള്ള വലിയൊരു അപകടം സംഭവിച്ചാണ് വയനാട് അത്രയും പിന്നെ ജീവൻ നമുക്ക് നഷ്ടമായത്. പക്ഷേ ഇവിടുത്തെ ഉരുൾപൊട്ടൽ വയനാട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഉരുൾപൊട്ടൽ തന്നെയാണ്. പക്ഷേ ഈ ഒരു അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുന്ന ആളുകൾ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ച ഒറ്റ കാരണം മാത്രമാണ് ഇവിടുന്ന്. അതായത് മറ്റ് അവസ്ഥയിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ കൊടുത്തിട്ട് ഭയാനകത ശരിക്കും നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം അത്രത്തോളം പിന്നെ നഷ്ടങ്ങൾ ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. അതാണിപ്പോൾ വീടിൻ്റെ അവസ്ഥയൊക്കെ കണ്ടില്ലേ. ഇതുപോലെ നിരവധി വീടുകൾ അടയാളം പോലും ഇല്ലാണ്ട് വെറും അതിൻ്റെ ആ തറ ഫൗണ്ടേഷൻ മാത്രം നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെ ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഇവിടെ വന്നപ്പോൾ മുനീർ ഭായി ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വന്നത്. കാരണം വയനാട് നമ്മളെ ഒരുപാട് കണ്ടു. വയനാട് നമ്മൾ പല വീഡിയോകളിലും ചാനലിലും ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കണ്ടു. ഇത് നമ്മൾ വിലങ്ങാട് എന്നുള്ളത് അതിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കാതെ പോയൊരു ചെറിയൊരു ഉരുൾപൊട്ടലായിട്ടാണ് കരുതിയിരുന്നത്. പക്ഷേ ഭയാനകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഇവിടെ. ഒരാൾ മാത്രമാണ് ഇവിടെ ഒരു മരണപ്പെട്ടിട്ടുള്ളത്, ഒരു സ്കൂൾ മാഷ്. മറ്റെല്ലാവരും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും ഇതുപോലത്തെ 9 നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ മനസ്സിലാവുന്നത്. ഏതായാലും ഒരു മനസ്സോടെ വന്നു. പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നിട്ട് അവസ്ഥകളെ കണ്ടപ്പോൾ നമുക്ക് ആ ഒരു മൂഡ് ഓഫ് ആയി. കാരണം മനുഷ്യരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാത്രി സമയങ്ങളിൽ നിസ്സഹായരായിട്ട്, ഇവിടുത്തെ അവസ്ഥയേക്കാൾ കൂടുതൽ നമ്മൾ വയനാട്ടിലെ അവസ്ഥയൊക്കെ രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുന്ന ഒരു ചെറിയ മക്കൾ. അങ്ങനെ നമ്മളത് ചിന്തിക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമാണ് ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മളിവിടെ വന്നതൊക്കെ കണ്ട് ഒരു എന്താ പറയുക, ഒരു വിഷമമായ ഒരു മൂഡ് നഷ്ടപ്പെട്ടു. ഞാനന്ന് നമ്മളിവിടെ ഉരുൾപൊട്ടി പിറ്റേന്ന് ഞാൻ ഇവിടെ വന്നിരുന്നു. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ആ വീട്ടിലെല്ലാം ഫുള്ള് ചളിയായിരുന്നു. ആ സമയത്താണ് കളക്ടറും അവരെല്ലാം വന്ന്. അന്ന് വണ്ടിയൊന്നും ഇങ്ങോട്ട് കടത്തി വിട്ടിരുന്നില്ല, എല്ലായിടത്തിലും പോലീസുകാരായിരുന്നു. ഇപ്പം പിന്നെ അവിടെ നടന്നു കയറി വന്നു. വയനാട് പോയിരുന്നോ?
ഇല്ല വയനാട് പോയിരുന്നില്ല. വയനാട് ഒന്ന് പോകണമെന്നുണ്ട്, ഒന്ന് കാണാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോയി കാണാം. വരുമ്പോ പോകണം. ഇവിടെ ഇപ്പൊ അന്ന് ഇന്നത്തെ ആയിട്ടുള്ള വ്യത്യാസം, ജീപ്പ് ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ജീപ്പ് ഉണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് വലിച്ചു വന്ന ജീപ്പ്. ഒന്നും വലിയ കാടുകളൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നില്ല. അപ്പൊ നമ്മള് തീർപ്പിങ്ങളെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ ബൈ.